ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫിൽമിഷേക്ക്. അപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും കണ്ടിട്ട് ഇതേ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഈ പടത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി പടം. വലിയ തെറ്റുകുറ്റങ്ങളൊന്നും പറയാനില്ലാത്ത നല്ലൊരു ഫാമിലി ത്രില്ലർ ഇമോഷണൽ ആക്ഷൻ ഡ്രാമ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഈ പടം എൻ്റെ ഫാമിലീനായിട്ടാണ് പോയി കണ്ടത്. അവർക്ക് എന്നേക്കാളും ഈ പടം ഇഷ്ടമായി. എന്നുവെച്ചാൽ ഇതൊരു ന്യൂ ഏജ് കൈൻഡ് ഓഫ് മേക്കിംഗ് ഒന്നുമല്ല. നമ്മുടെ ഒപ്പം മൂവിയൊക്കെ കണ്ട ഒരു മൂഡ്, നല്ല ഫീൽ ഗുഡായിട്ട് തുടങ്ങി മെല്ലെ മെല്ലെ ത്രില്ലറിലേക്ക് കയറി വന്ന് ഒരു റിവെഞ്ച് ഡ്രാമയായി മാറുന്ന ഒരു നല്ല സിനിമ. എസ്പെഷ്യലി ഇതിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് അങ്ങനെ ഒരു സംഭവമാണ്. എന്ത് ക്യൂട്ടാണെന്ന് അറിയാം. അയാളുടെ ചില സമയത്തുള്ള പരിപാടികളൊക്കെ അത്രയും സ്വാഭാവികം, നാച്ചുറൽ, പ്രകൃതിദത്തമായ അഭിനയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് പറയാൻ ഒരുപാടുണ്ട് നമുക്ക്, പിന്നെ പറയാം. ഇനി തരുൺമൂർത്തി ഇതിൻ്റെ ഡയറക്ടർ, ആള് ഈ സിനിമ കൊണ്ടുവന്നൊരു രീതി, ലൈക്ക് ഒരു നോർമൽ കഥ അത് നമുക്കിങ്ങനെ ഫീലാക്കിപ്പിക്കുകയാണ്. ലൈക്ക് ഈ പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറി, ഓക്കെ പടം തുടങ്ങിയിട്ട് ജേക്സ് ബിജോയ് ഒരു സോങ് ഇടും. മൂപ്പരെ BGM ഒക്കെ അടിപൊളിയാണ്. ഒരു സോങ് ഇടും, കൺമണി പൂവേ എന്ന് പറഞ്ഞ സോങ് ഇട്ടപ്പോൾ അവിടെ മുതൽ നമ്മൾ ട്രാക്കിലായി. പടത്തിൻ്റെ ഒപ്പമായി സഞ്ചാരം. ആ ഫാമിലി, അതിൻ്റെ ഉള്ളത്തെ പല പല കാര്യങ്ങളൊക്കെ അത്രയും ഒരു സുഖമാണ് കണ്ടിരിക്കാൻ. നല്ല വൃത്തിക്ക് ഇങ്ങനെ കാണിച്ച് പോയിട്ട് കുറേ കോമഡീസും അവരുടെ ഇടയിൽ നടക്കുന്ന ചെറിയ ക്ലാഷസൊക്കെ കാണിച്ചിട്ട് ഈ പടം മെല്ലെ മെല്ലെ ഒരു ത്രില്ലർ മൂഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു സ്ട്രെസ് ഇങ്ങനെ ബിൽഡ് ചെയ്യും. ഒരു കല്യാണ വീട്ടിലൊക്കെ ഒരു സ്ട്രെസ് ഇങ്ങനെ വരുന്നത് നമുക്കിങ്ങനെ, ആ സ്ട്രെസ് നമുക്കിങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഈ പടം ഒരു കംപ്ലീറ്റ് ത്രില്ലർ മൂഡിലേക്ക് ഇങ്ങോട്ട് എത്തും. അതുവരെ ഈ പടത്തിൻ്റെ ജേണി, ഈ ക്യാരക്ടറിൻ്റെ ജേണി അടിപൊളിയായിട്ട് തരുൺമൂർത്തി കിടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സുഖം കണ്ടിരിക്കാൻ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്. എല്ലാം വേണ്ട രീതിയിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. അവിടെ ത്രില്ല് കിടക്കുമ്പോൾ നമുക്ക് ത്രില്ല് കിട്ടും, കോമഡി കിടക്കുമ്പോൾ കോമഡി കിട്ടും, ഫീൽ ഗുഡ് കിടക്കുമ്പോൾ ഫീൽ ഗുഡ് കിട്ടും. പിന്നെ സെക്കൻഡ് ഹാഫ് ഈ പടം ഒരു പക്ക ത്രില്ലർ മൂഡിലേക്കാണ് പോയിട്ടുള്ളത്. അത് അത്ര മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പടം തരുൺമൂർത്തി. ഇനി ഇതിൻ്റെ മ്യൂസിക്, ജേക്സ് ബിജോയ്. ഒന്നും വേണ്ട, കൺമണിപ്പൂവേ എന്ന് പറഞ്ഞ സോങ് മാത്രം മതി ഈ പടത്തിൻ്റെ ആ മൂഡ് നമുക്ക് അതിൽ കണ്ട് കയറ്റിക്കൊണ്ടുപോകും. അടുത്തത് പറയാനുള്ള സിനിമാറ്റോഗ്രാഫി അടിപൊളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, എഡിറ്റിംഗ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ പണി ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പടം. ഇനി പറയേണ്ടത് ഇതിൻ്റെ പെർഫോമൻസസിനെ പറ്റിയിട്ടാണ്. ഭയങ്കര ക്യാരക്ടർ ഓറിയൻറ്റഡ് മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൽ പെർഫോം ചെയ്തവരൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ മറ്റേ ബിനു പപ്പൂനെയാണ്. ഒരു വെറുപ്പി ക്യാരക്ടർ, അങ്ങേര് ആ വെറുപ്പിത്തരം സ്ക്രീനിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരെ എത്തിച്ചു. അടിപൊളിയായിട്ട് ആ ക്യാരക്ടറിനെ പിടിച്ച് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ. ലൈക്ക് അങ്ങേരും ലാലേട്ടനും കൂടി ചെറിയ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ചില കോമഡി സീൻസ് വരുന്നുണ്ട്, അടിപൊളി വർക്കാവുന്നത്. അവർ തമ്മിൽ ക്ലാഷ് വരുന്നുണ്ട്, അടിപൊളി വർക്കാവുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അവർ തമ്മിലുള്ള എല്ലാ സംഭവവും നമുക്ക് ദാറ്റ്സ് ഇറ്റ് എന്നുള്ള സംഭവം കിട്ടും. പിന്നെ പറയാനുള്ളത് ഇതിലെ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, എന്ന് വെച്ചാൽ നമ്മുടെ വോഡാഫോണിൻ്റെ പരസ്യമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. മൂപ്പർക്ക് ഷമ്മി തിലകനാണ് ഡബ് ചെയ്ത് തോന്നുന്നത്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ സാധാരണ ഷമ്മി തിലകനൊക്കെയാണ് ചെയ്യാറ്. ഷമ്മി തിലകനെ മാറ്റിയോണ്ട് തന്നെ ഇയാളെ വെച്ചുകൊണ്ട് ഈ പടത്തിന് അതൊരു പുതുമയായിട്ട് കിട്ടി. അതൊരു അടിപൊളി ഡിസിഷനായിരുന്നു നമ്മുടെ തരുൺമൂർത്തി എടുത്തത്. കിടിലനായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. ഒരു അസാധ്യ വെറുപ്പി പോലീസിൻ്റെ റോള് അടിപൊളിയായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫറാം ഫാസിൽ മൂപ്പരുണ്ട്. അപ്പോൾ മൂപ്പരും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭന, അധികം ചെയ്യാനില്ല, കൊടുത്ത സംഭവം അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ മകനായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട്, ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിൽ ഇത്തിരിയെങ്കിലും ഒന്ന് ഡൗൺ ആയി തോന്നിയില്ല എനിക്ക് മറ്റേ അമൽ ദേവീസിൻ്റെ കുറച്ച് സീൻസ്, കയ്യിൽ നിന്നിട്ട് ചില കോമഡീസൊക്കെ ഒന്ന് പാളി പോയ പോലെ തോന്നി. ബാക്കി എല്ലാം കൊണ്ടും പെർഫോമൻസ് കൊണ്ട് ഈ പടം അതിസമ്പന്നമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മണിയമ്പിള്ള രാജു നല്ല ക്യാരക്ടറാണ്. പിന്നെ ആളുടെ പേര് എനിക്ക് ഇർഷാദ്, മൂപ്പര് അടിപൊളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. പിന്നെ രോമാഞ്ചത്തിലെ ആ പയ്യൻ, അതൊക്കെ നമുക്കിങ്ങനെ നിൽക്കും, രജിസ്റ്റർ ആവേണ്ട എല്ലാ ക്യാരക്ടേഴ്സും. അത് ഡയറക്ടറിൻ്റെ ഒരു മിടുക്കാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ദി വൺ ആൻഡ് ഓൺലി, ദി വൺ മാൻ ഷോ നടത്തിയ ലാലേട്ടൻ.
അങ്ങേരെ ഒരു സംഭവമാണ്. നമ്മൾ എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ലൈക്ക് ഇപ്പം എന്താ പറയുക, അത്രയും നാച്ചുറലാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഈ ബാക്കിൽ നിന്ന് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ബാക്ക് അടുക്കള ഭാഗത്ത് ഒരു ചേട്ടൻ ഇരുന്ന് ചക്ക വെട്ടുന്നത് നമുക്ക് കാണൂലേ. സെയിം സംഭവം നമ്മൾ സ്ക്രീനിൽ കാണുകയാണ്. അതൊക്കെ വേറെ ഏത് നടൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സ്വാഭാവികതത്വം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നാച്ചുറൽ, അത്രയും ഇങ്ങനെ ബട്ടർ സ്മൂത്തായിട്ട് പല കാര്യങ്ങൾ, ചെറിയ ചെറിയ പരിപാടികളാണ്. അതിങ്ങനെ കൊണ്ട് മാത്രമേ പറ്റൂന്ന് തോന്നുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശോഭനേനെ ഇപ്പോൾ വിളിക്കുകയാണ്, ഒരു സ്ഥലത്തുനിന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, അതൊരു കുറച്ചൊരു ത്രില്ലിംഗ് മൊമെന്റിൽ ഒരു കോമഡി പോലെ ഇങ്ങനെ വരുന്നൊരു സംഭവം. അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ രസം. വേറൊരാൾ ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യൂല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയ്ക്കൊരു ഈസിനെസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ദാറ്റ്സ് വാട്ട് മേക്സ് ലാലേട്ടൻ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. വേറെ ആരെയും കൊണ്ടും പറ്റില്ല. ഹീസ് ദ വൺ. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ, പിന്നെ ഒരു ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട് കുറേ. അതൊക്കെ ലാലേട്ടൻ അറിയുമ്പോൾ നമുക്കൊരു പടപ്പ് വരും. അത് എനിക്കറിയില്ല, നമ്മൾ ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഒരു മസ്റ്റ് വാച്ചാണ് ലാലേട്ടൻ ഫാനിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കണ്ടാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. കുറേ കാലത്തിന് ശേഷം നല്ല ഇപ്പം എന്താ പറയുക, പണ്ടൊക്കെ ആൾക്കാർ വീട്ടിൽ നിന്ന് വെക്കേഷൻ വന്ന് കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഓട്ടോ വിളിച്ച് പടം കാണാൻ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു മൂഡിലുള്ള ഒരു പടമാണ്. ഒപ്പം സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഫീല് ഭയങ്കര പുതുമയൊന്നും പ്രതീക്ഷിക്കരുത്. സാധാ ഒരു ഫാമിലി ഫീൽ ഗുഡ് ആക്ഷൻ റിവെഞ്ച് പടം. പിന്നെ പറയേണ്ടത്, ഇതിലെല്ലാ സീൻസിനും ആ സീൻസ് ഉദ്ദേശിച്ച ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയ പേഴ്സണലി. ഇപ്പോൾ എന്താ പറയുക, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ ലാലേട്ടൻ 4 ഹെലികോപ്റ്ററിലും ഒക്കെ വെച്ചിട്ട് ഹാർഡ് റോക്ക് ഗിറ്റാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നത്, അതിൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് ഇതിൽ ജസ്റ്റ് ലാലേട്ടൻ്റെ ജനലിനുള്ളിൽ കൂടെ ചാടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീനിൽ എനിക്ക് കിട്ടി. ആ ഇമ്പാക്റ്റ് അത് തിയേറ്ററിലും കിട്ടി. എല്ലാവരും കൈയടിയായിരുന്നു. പടം കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടി. സോ അവരുദ്ദേശിച്ച ഒരു സാധനം മിസ്സാവാതെ നമുക്ക് കിട്ടിയ ഒരു പടം. പിന്നെ ഈ സിനിമയുടെ നെഗറ്റീവിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ, നെഗറ്റീവ്സ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ നെഗറ്റീവൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, എൻ്റെ ഫസ്റ്റ് ഹാഫ് വാസ് പെർഫെക്റ്റ് ഫോർ മീ. എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഈ പടം കുറച്ച് ചില സ്ഥലങ്ങളിലൊന്ന് ഡൗൺ ആയെന്ന് തോന്നി. അത് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയൊരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് മൂവി. സോ നിങ്ങളൊരു നല്ലൊരു മലയാളം മോളിവുഡ് ഫാമിലി മൂവി എന്നൊക്കെ പറയുന്ന ടിപ്പിക്കൽ ടാഗ് ലൈനിലുള്ള ഒരു പടം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും തുടരുന്ന് പോയി ടിക്കറ്റ് എടുത്തോളൂ. മോഹൻലാൽ തുടരും.